വെറുതെ കുത്തി ഇന്ന് റീൽസ് കണ്ടപ്പോൾ കണ്ടാണ് കേട്ടോ ഈ ഒരു മസാല. അപ്പോൾ ഞാനും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. സംഭവം അടിപൊളിയാണ് കേട്ടോ. അപ്പം നമ്മൾ ഫിഷ് മസാല പ്രത്യേകിച്ച് മീൻ വറുക്കുന്നതിന് പല രീതിയിൽ മസാലകൾ ഉണ്ടാക്കാറുണ്ടല്ലേ. അപ്പോൾ നിങ്ങളിനി ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് ചെറിയ ഉള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇട്ട് കൊടുത്തു. പിന്നെ കുറച്ച് വെളുത്തുള്ളി, നാടൻ വെളുത്തുള്ളിയാണ്, ഇത്രേണ്ട ആവശ്യമില്ല കേട്ടോ. പിന്നെ കുറച്ച് പെരിഞ്ചീരകം ഇട്ട് കൊടുത്തു. പിന്നെ 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, ഞാൻ കാശ്മീരി ചില്ലിപ്പൊടിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെങ്കിൽ രണ്ടും പകുതി ഇട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു. പിന്നെ ഇതിലേക്ക് 2 ടീസ്പൂൺ കോൺഫ്ലവറാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. കോൺഫ്ലവർ നിങ്ങൾ അധികം ഒന്നും ചേർക്കണം കേട്ടോ, വളരെ കുറച്ച് ചേർത്താൽ മതി. പിന്നെ മേത്തി ലീവ്സാണ് ഞാൻ വീഡിയോയിൽ കണ്ടത്. പക്ഷേ മേത്തി ലീവ്സ് ഒന്നും എല്ലാവരുടെയും കയ്യിൽ എപ്പോഴും ഉണ്ടാവില്ല. പിന്നെ എനിക്ക് തോന്നിയിട്ടുണ്ട് മേത്തി ലീവ്സിനെക്കാട്ടി കറിവേപ്പിലയാണ് നല്ലത്. കാരണം ചിക്കൻ മാരിനേറ്റ് ചെയ്യാനാണെങ്കിൽ മേത്തി ലീവ്സിൻ്റെ സ്ഥാനത്ത് ഇട്ട് കഴിഞ്ഞാൽ അടിപൊളിയാണ് കേട്ടോ. അത് ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടുള്ളതാണ്. പിന്നെ കുറച്ച് വിനാഗിരി ഇട്ട് കൊടുത്തു. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ ഇച്ചിരി തിക്കായിട്ടാണ് ഈ അരപ്പിരിക്കുന്നത്. ഇത് നമുക്ക് കുറച്ച് ലൂസാക്കി എടുക്കണം കേട്ടോ, എന്നാലാണ് മീനിനൊക്കെ നന്നായിട്ട് പിടിക്കത്തുള്ളൂ. ഇതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് മിക്സിയുടെ ജാറ് കഴിയ വെള്ളം കൂടെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ വെള്ളം ഒത്തിരി അങ്ങോട്ട് കൂടി പോകണ്ട. ഉപ്പ് കുറവാന്ന് തോന്നുവാണെങ്കിൽ ഈ സമയത്ത് നമുക്ക് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാവേ. ഇതെല്ലാം കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് നമുക്ക് മീനെ പുരട്ടി വെച്ച് 1/2 മണിക്കൂർ കഴിഞ്ഞ് വറുത്താൽ അടിപൊളിയാണ് കേട്ടോ. പിന്നെ ഞാൻ മീനെ പുരട്ടുന്നതിന് മുമ്പ് ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ചേർത്തായിരുന്നു കേട്ടോ, വീഡിയോയിൽ എടുക്കാൻ മറന്നു പോയതാണ്. ഇതെല്ലാം കൂടെ കൂടി മാരിനേറ്റ് ചെയ്യാൻ വെളിച്ചെണ്ണയെ ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ മീൻ ഫ്രൈ ചെയ്യുമ്പോൾ ഇതേ രീതിയിലൊന്ന് ഫ്രൈ ചെയ്ത് നോക്കണം കേട്ടോ. പിന്നെ ജീരകമൊക്കെ ചേർക്കുമ്പോൾ ഒരുപാടായി പോകണ്ട, അതിൻ്റെ ടേസ്റ്റ് ഒത്തിരി ആയി കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ടേസ്റ്റ് ഒന്നും കിട്ടത്തില്ല കേട്ടോ. അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഈ ഒരു മസാല ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ ഇത് ഒരുപാട് നാൾ വെളിയിലൊന്നും സൂക്ഷിക്കാൻ പറ്റത്തില്ല, പ്രിസർവേറ്റീവ് ഇടാതെ നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റത്തില്ല. ഫ്രിഡ്ജിൽ ഒരാഴ്ചയൊക്കെ വെക്കാം. അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ ഇതുപോലെ മസാല ഉണ്ടാക്കി ഫ്രീസറിൽ സൂക്ഷിച്ചാൽ നിങ്ങൾക്ക് കുറേ കാലം ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറഞ്ഞേ.